ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ വേദനയുടെയും എന്നാൽ ഏറ്റവും വലിയ സ്നേഹം പ്രകടമാക്കിയതിൻ്റെയും ദിവസം, പാപത്തിൻ്റെ ഇരുളിനെ സ്നേഹത്തിൻ്റെ വെളിച്ചം കീഴടക്കിയ ദിവസം. കാൽവരിയിലെ കുരിശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ശിക്ഷയല്ല, മറിച്ച് ദൈവത്തിൻ്റെ അളവറ്റ കരുണയാണ്. ഒരിടത്ത് റെയിൽവേ പാളം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരിക്കൽ ട്രെയിൻ വരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം കാണുന്നു പാളം നന്നായി ഉറച്ചിട്ടില്ലെന്ന്. പെട്ടെന്ന് തന്നെ അത് നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ ഓമനപുത്രൻ പാളത്തിൻ്റെ വിടവിൽ കുടുങ്ങിപ്പോയി. മകനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ആയിരങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിൻ മറിഞ്ഞു വീഴും. പാളം നന്നാക്കിയാൽ മകൻ മരിച്ചു പോകും. കഠിനമായ വേദനയോടെ ആ മകൻ ആയിരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകനെ ബലി കൊടുത്തുകൊണ്ട് പാളം ശരിയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് പിതാവായ ദൈവം നമ്മളോടും ചെയ്തത്. പാപികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ കുരിശിൽ അവിടുന്ന് ബലിയായി കൊടുത്തു. എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മളോട് കാണിച്ചത്. കുരിശിനെക്കുറിച്ച് സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: കുരിശ് ഒരു ശിക്ഷാവിധിയല്ല, മറിച്ച് അതൊരു വിദ്യാലയമാണ്. അവിടെ ഗുരുവായ ഈശോ നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകമാണ് കുരിശ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ശത്രുക്കൾക്ക് വേണ്ടി പോലും ജീവൻ അർപ്പിച്ചുകൊണ്ട് ഈശോ ഈ വചനം ജീവിതത്തിൽ അന്വർത്ഥമാക്കി. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെ ക്ഷമയുടെ പുതിയ ഒരു വഴി ഈശോ ലോകത്തിന് തുറന്നു തന്നു. കുട്ടികളെ, കുരിശിൽ കിടക്കുന്ന ഈശോയുടെ രൂപം കാണുമ്പോൾ പേടിക്കരുത്. നമ്മളെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വീഴ്ചകളും സങ്കടങ്ങളും ഈശോയുടെ കുരിശോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ദേഷ്യപ്പെടുമ്പോഴും മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുമ്പോഴും കള്ളം പറയുമ്പോഴും ആ ഈശോയെ നാം വീണ്ടും വേദനിപ്പിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. മുതിർന്നവരെ, ക്രൈസ്തവ ജീവിതം കുരിശില്ലാത്ത ഒരു ജീവിതമല്ല. നമ്മുടെ ജീവിതത്തിലെ വിവിധ കുരിശുകൾ, നമ്മുടെ രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഒറ്റപ്പെട്ടു എന്ന തോന്നലുകൾ, ഇവയെല്ലാം ഈശോയോട് ചേർന്ന് നമ്മൾ വഹിക്കുമ്പോൾ അവ വിശുദ്ധീകരിക്കപ്പെടുന്നു. മറ്റുള്ളവരെ അവരുടെ കുരിശ് വഹിക്കാൻ സഹായിക്കുന്ന ശിമയോന്മാരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ദിനത്തിൽ കുരിശിനെ നമുക്ക് വണങ്ങാം. നമ്മുടെ പാപങ്ങളെ ഈശോയുടെ തിരുമുറിവുകളാൽ കഴുകിക്കളയാം. സ്നേഹത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ക്രൂശിതനെ നമുക്ക് പിന്തുടരാം. മരണം വരിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് ജീവിച്ച ആ സ്നേഹത്തണലിൽ നമുക്ക് വിശ്രമിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി.